കവിതൻ കാവ്യവും ജീവൻ നിലയ്ക്കുന്ന വർണ്ണപ്പൊടികളും. കാലമേ ചൊല്ല, ആരാണ് സത്യം, ഏതാണ് സത്യം, എന്താണ് സത്യം? ജീവൻ നിലയ്ക്കുന്ന കുപ്പിയൻ കാവ്യം, ജീവൻ നിലയ്ക്കുന്ന വർണ്ണപ്പൊടികളും. എന്നാ നാട്ടുകാരെ, കൂട്ടുകാരെ, നിങ്ങൾ അറിയുന്നുണ്ടോ ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങള്? ഇരുന്നോ കേട്ടാ, ചിലയിടത്ത് പൊടി. അതൊക്കെ പണ്ട്. ഇപ്പൊ ഹൈബ്രിഡുകളുടെ കാലമല്ലേ. സ്കൂളിൽ നിന്ന് 5 കിലോ, എയർപോർട്ടിൽ നിന്ന് 10 കിലോ, പൂച്ചയുടെ പുറത്ത് നിന്ന് വരെ 2 കിലോ. ഏതായാലും എക്സൈസുകാർക്ക് വൻ ഗോള്. എക്സസൈസൊക്കെ മാത്രോ? മീഡിയക്കാരും ആഘോഷിക്കല്ലേ. മീഡിയക്കാർക്ക് വെറും TR. ബ്ലോഗർമാർക്കോ പ്ലേ ബട്ടൺ. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അമ്മമാർക്കാണെങ്കിലാ ഒരു മനസ്സുഖം. പക്ഷേ നിങ്ങൾ ഈ തോണ്ടിക്കളയുന്ന ഓരോ ലഹരി കേസുകൾക്ക് പിന്നിലും ശിഥിലമാകുന്ന കുറെ കുടുംബ ബന്ധങ്ങളുണ്ടോ? ഇല്ലാതാകുന്ന കുറെ സ്വപ്നങ്ങളുണ്ട്. ഇരുട്ടിലാകുന്ന കുറെ കുടുംബ ബന്ധങ്ങളുണ്ട്. തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കണം. ഓരോന്ന് വലിച്ചേറ്റി സ്വന്തം അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ പറ്റുള്ള നിനക്ക്. എന്നാലും സ്വന്തം അമ്മയോട് നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നില്ല? ശരിയാ, അവൻ തെറ്റുകാരനാ. ഈ ലോകത്ത് ഓരോ അമ്മയോടും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് അവൻ ചെയ്തത്. അതെ, പൊറുക്കാനാവാത്ത തെറ്റ്. പക്ഷേ ഇവരെ തല്ലിക്കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവൻ മാത്രമാണോ തെറ്റുകാരൻ? പിന്നെ എന്റെ അപ്പന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം. എന്ത് വാങ്ങിച്ചു കൊടുക്കും? ഡയറി മിൽക്ക് വാങ്ങിത്തരാം. അതും വേണ്ട. ആ, ഇത് വാങ്ങിക്കൊടുക്കാം. ഇതാ നമുക്ക് ഇഷ്ടം. നിന്നോടൊരു 100 തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫോൺ നോക്കലേ. എനിക്ക് ബിസിനസ് സംബന്ധമായിട്ട് പലരും വിളിക്കേണ്ടി വരും. അതൊന്നേ നിന്നെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യത്തിൽ മനുഷ്യൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഒന്ന് പെടാപ്പാട് വിടുക. അവന്റെ ഒരു സമ്മാനം നിന്റെ തലവട്ടം കണ്ട അന്ന് തുടങ്ങി എന്റെ നാശം. പഠിക്കാനില്ലേ? അതേ സ്വഭാവം തന്നെ. വീട്ടുകാർക്ക് പോലില്ല, നാട്ടുകാർക്ക് പോലില്ല. അപ്പോൾ ചത്തൂടെ? കണ്ട സ്വന്തം മകൻ ആദ്യം നോക്കി സ്വരുക്കൂട്ടി വെച്ച പൈസ കൊണ്ട് സ്വന്തം അപ്പനമ്മയ്ക്കും ഒരു സമ്മാനം വാങ്ങിക്കൊടുത്തപ്പോ ഇതാണ് അവസ്ഥ. എന്നിട്ട് അവർ പറയണതോ ഞങ്ങൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. ഇത്രേ മക്കൾക്ക് വേണ്ടി. വീട്ടിലെ അവസ്ഥ ഇങ്ങനെ, അപ്പൊ സ്കൂളിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ എന്തിനാടാ ഈ പള്ളിക്കൂടത്തിൽ കണ്ടത്? ഒരക്ഷരം പഠിക്കത്തില്ല. എന്നാ പഠിക്കാൻ വന്ന പിള്ളേര് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? കളിയാക്കിട്ടാണ് നിന്നെ പിന്നെ
കറുമ്പന്നല്ല പിന്നെ എന്താ വിളിക്കുന്നത്? ഇവൻ കറുമ്പൻ, ഒന്നിനും കൊള്ളാത്തവൻ. ഇവൻ ലോകത്തിൽ തന്നെ ഭാരം. ഇവൻ കറുമ്പൻ, ഒന്നിനും കൊള്ളാത്തവൻ. ലോകത്തിന്റെ ഭാരം. ഇവൻ കറുമ്പൻ, ഒന്നിനും കൊള്ളാത്തവൻ. ഇവൻ കറുമ്പൻ, ഒന്നിനും കൊള്ളാത്തവൻ. ലോകത്തിന്റെ ഭാരം. എല്ലാവരും ഒന്നാണെന്നും ഒന്നായിരിക്കണമെന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട വിദ്യാലയങ്ങൾ തന്നെ ജാതി മതം നിറന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ തമ്മിലെടുപ്പിക്കുന്നു, മാറ്റി നിർത്തുന്നു. അതുപോലെ പാഴായി പോകുന്ന ഇങ്ങനെ കുറെ ജന്മങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് കണ്ടും കേട്ടും കോളേജിലെത്തിയാലോ ബഹു കേമം. അവിടെ പോവാണെ പോട്ടാ, ലോകത്ത് വേറെ എന്തോരം പെമ്പിളാര് അടി. അപ്പൊ ചിഞ്ചു പോയ മഞ്ജു, നീ ആ മൈൻഡിലങ്ങ് എടുത്തേക്കണോ? എന്താലോചിച്ചോണ്ടിരിക്കണേ അങ്ങോട്ട് കുടിച്ചേ, കുടിക്കണേ അങ്ങോട്ട്. അവന്റെ ഒരു ഡിപ്രഷൻ, വേറെ ആർക്കുമല്ല ബ്രേക്കപ്പ്. ഒരു പപ്പം എടുത്ത് അത്രേ ഉള്ളൂ. ഇവന്റെ അവസ്ഥ കണ്ട ഇപ്പോഴത്തെ. ഒരു ദുശീലില്ലാത്ത ചെക്കനായിരുന്നു. പെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ട. അയ്യോ പോയി ചെക്കൻ കഴിഞ്ഞിട്ട് പോയി. ഇനി എന്നൊക്കെ കാണേണ്ടി വരുമോ എന്തോ. അത് വലിയ നീയല്ല, നിന്റെ കുപ്പാപ്പന്മാര് വരെ പറക്കും. ഇങ്ങനെ ഫ്ലൈ ഇങ്ങനെ ഫ്ലൈ തവട് പറ്റി രീതി. പക്ഷെ ഫ്ലൈ ചെയ്യണെങ്കിലേ പൈസ വേണം, പൈസ കണ്ടോ ഇല്ലേ? എന്താടാ ലാസ്റ്റ് സെമസ്റ്ററിന് എടുക്കാനുള്ള ഫീസിന്റെ പൈസ എടുത്തട്ടോ ഞാൻ ലാസ്റ്റ് താരം മേടിച്ചേ. ചേട്ടാ പൈസ ഇല്ല ചേട്ടാ, പൈസ അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യണ്ട, എന്തെങ്കിലും ചെയ്യട്ടാ. അല്ലെങ്കിൽ ഈ പൈസ ഒന്നും നടക്കാം, സാധനം വേണ്ട. പക്ഷേ ആ പറഞ്ഞ സാധനം ഇതാക്കിട്ടാ പറ്റോ? നീ ആലോചിച്ച് പറഞ്ഞാ ചേട്ടാ പറ്റോ? ചേട്ടാ എന്തോളം ചെയ്യട്ടാ, ചേട്ടാ കാലുടി അപ്പാടാ എന്തോളം ചെയ്യാം. നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിയേ, എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? പൈസയുടെ കാര്യമായതുകൊണ്ട് എന്തായാലും ചെറിയ കാര്യത്തിലൊന്നും ആയിട്ടില്ല. അത് പകരം ചോദിച്ചത്. അയ്യോ ഒളിക്യാമറ വെക്കണോന്ന്. എന്താ ഒളിക്യാമറ? അത് എവിടെ? സ്വന്തം അമ്മയുടെ കുളിമുറി. മാത്രമാണ് തെറ്റുകാരന്. കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി വെച്ച പൈസ കൊണ്ട് അപ്പച്ചന്റെ അമ്മിച്ചീനെ കുടുംബ ഇതിനു വേണ്ടി സമ്മാനമായിട്ട് പോയവൻ എങ്ങനെ, നിങ്ങൾ പറ, എങ്ങനെ അവൻ
അവന്റെ സ്വന്തം അമ്മയുടെ കുളിമുറിയിലേക്ക് ഒരു ക്യാമറ ചെന്ന് കയറാൻ സാധിച്ചു. പറ, നിങ്ങൾ പറ. ഓ മാതാപിതാക്കള് സ്വന്തം മക്കളുടെ പേരിൽ 5 ലക്ഷത്തിന് FD ഇടാൻ പോകുന്നവര് സ്വന്തം മക്കളുടെ കൂടെ വെറും 5 മിനിറ്റ് ഇരുന്ന് സംസാരിക്കുന്ന നേരമില്ല. ജനിപ്പിച്ചാൽ മാത്രം പോരാ, ഇങ്ങനെ ചേർത്ത് വളർത്താനും കൂടിയാണ് ഒന്ന് നോക്കണം. മാഷന്മാര് എടോ ആദ്യാക്ഷരം പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, വേർതിരിവുകളില്ലാതെ. എങ്ങനെ വേർതിരിവുകളില്ലാതെ മനുഷ്യനായിട്ട് കാണാൻ പിള്ളേരെ പഠിപ്പിക്കണം. ഓരോ മാഷന്മാരും പിന്നെ കൂട്ടുകാരും കൂട്ടുകാർ കൂടെ ഒരിക്കലും കൂടെ നിന്ന് താങ്ങരുത്. 1 2 3 ഈ ആരുടെ കുറവുണ്ടല്ലോ. അയ്യോ നാട്ടുകാർ, നിങ്ങളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. നിങ്ങളെ